ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു നഴ്സറിയിൽ വരുന്നത്. 36 ഏക്കർ അതിവിശാലമായ സ്ഥലത്ത് ഒരുപാട് പ്ലാന്റുകൾ കേട്ടോ, ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ. ഇവിടെ തന്നെ ഇവരുടെ പ്രൊഡക്ഷൻ, ഇവരുടെ മദർ തൈകൾ, അതിൻ്റെ പ്രൊഡക്ഷനും അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എനിക്ക് തോന്നുന്നത് മലബാറിലെ ഏറ്റവും വലിയ നഴ്സറി ആയിരിക്കും ഇത്. ചിറയൽ ആഗ്രോ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. എത്രമായി വിശാലം, എത്ര പ്രൊഡക്ഷൻ യൂണിറ്റാണ് ഇവിടെ കിടക്കുന്നത്. തൈകളുടെ പ്രൊഡക്ഷൻ ഒന്ന് കാണങ്ങൾ. 300ഓളം നഴ്സറികളിൽ ചിറയൽ ആഗ്രോ ഗാർഡൻ്റെ തൈകൾ ലഭിക്കുന്നതാണ്. ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കുക, നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് നോക്കുക. എത്ര ആളുകളാണോ ഇവിടുന്ന് തൈകൾ വാങ്ങിച്ചു പോകുന്നത്. വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ തൈകൾ കിട്ടും. അതും ഇവരിവിടെ ഉണ്ടാക്കി അത് പരീക്ഷിച്ച് വിജയിച്ച സാധനങ്ങൾ മാത്രമാണ് ഇവരെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. ചിറയൽ ഗാർഡൻ്റെ വിശേഷം മറക്കരുത്. ഇതൊരു കോറിയായിരുന്നു. ആ കോറി വർഷങ്ങൾക്ക് മുന്നേ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാനും വേണ്ടി അന്ന് ഈ ഒരു വലിയ സംരംഭം ഇതൊരു നഴ്സറിയാക്കി മാറ്റി. അവരെന്നെയാണ് ഇവിടുത്തെ ജോലിക്കാരും പിന്നെ മറ്റൊരുപാട് പേരുണ്ട്. ഈ പുതിയ വിശേഷം, ഈ പുതിയ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഒരുപാട് ആളുകളാണ് കൃഷി താല്പര്യർ. എനിക്ക് തോന്നുന്നത് മലബാറിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ വരും. കേരളത്തിൽ നിന്ന് തന്നെ വരുന്നുണ്ട്, പല ഭാഗത്തും വരാറുണ്ട്. നിങ്ങളെ സ്പെഷ്യാലിറ്റി എന്തുകൊണ്ട് അങ്ങനെ എത്ര ആളുകൾ വരാൻ കാരണം? അത് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതുകൊണ്ടൊരു ആളുകൾക്ക് ഒരു വിശ്വാസ്യത, ട്രസ്റ്റ് ഉണ്ട്. ചിറയൽ ഫാം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ബ്രാൻഡാണ്. അതെ, ട്രസ്റ്റ് ബ്രാൻഡാണ്. കാരണം ഇത് കുറച്ച് ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, കുറച്ച് ഉള്ളിലേക്കാണ് ശരിക്കും. ഹൈവേയിൽ ഒറ്റടിക്ക് കിട്ടുന്ന സ്ഥലമല്ല. എങ്കിലും ആളുകൾ വിളിച്ച് അന്വേഷിച്ചിട്ടും ലൊക്കേഷൻ പിടിച്ചിട്ടൊക്കെ ഇവിടെ വരാറുണ്ട്, അന്വേഷിച്ച് വരാറുണ്ട്. ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? നമ്മുടെ നമുക്ക് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ഒരു ഇതെല്ലാം ട്രോപ്പിക്കൽ ഫ്രൂട്ട്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. നമ്മളധികം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രൂട്ട് എടുക്കാൻ ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം അത് നടും, ഇത് നമ്മളോട് കായ്ക്കും നോക്കും, കായ്ച്ചു കഴിഞ്ഞാലും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു പാറ്റേൺ. അങ്ങനെയാണ് മാവായാലും പ്ലാവായാലും ഇവിടെ കായ്ച്ചു ചെയ്യും. ഈ കാലാവസ്ഥക്ക് അനുയോജ്യമാണെങ്കിൽ നിങ്ങൾ നോക്കും ആദ്യം, ഉണ്ടാക്കിയതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം കച്ചവടമുള്ളൂ. അതെ അതെ. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അത് കാഴ്ച നമുക്ക് കാണണം, അങ്ങനെ കണ്ടുപിട്ടി. അപ്പോൾ നമ്മുടെ വട്ടറൊക്കെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാഴ്ച നമ്മൾ പരിസരത്തുള്ള അതെ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും കാഴ്ച മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിന്റെ മരം നമ്മളിവിടെ അപ്പം തന്നെ പ്ലാൻ ചെയ്യും. നമ്മളിവിടെ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിവിടെയും പ്ലാൻ ചെയ്യും. ഓക്കെ, നമ്മളാ ഒരു പാറ്റേൺ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫ്രൂട്ട്സ് ഒരു ട്രോപ്പിക്കലായിട്ട് വരുന്ന എല്ലാ ഫ്രൂട്ടുകളും. പച്ചക്കറി നമ്മൾ ഓർഡർ അനുസരിച്ച് ഫ്രൂട്ട്സിന്റെ ഏത് തരം ഇവിടെ ട്രോപ്പിക്കലായിട്ട് നിങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച സാധനങ്ങളൊക്കെ ഒരു ഗ്യാരണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന തൈകൾക്ക് ഇപ്പൊ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഗ്യാരണ്ടി എടുക്കാൻ കഴിയും. കാരണം അത് നമ്മൾ ഉണ്ടാക്കുന്ന തൈയാണ് നമുക്ക് ഉറപ്പിക്കാനുള്ളത് കായ്ക്കുന്നുള്ളത്. അപ്പൊ പിന്നെ അത് കായ്ച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കോമ്പറ്റീഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്. അതെ അതെ, മലയാളിമാരുടെ ഓർഡറാണ്. അതെ അതെ, അതൊക്കെ ഓണേഴ്സിന്റെ താല്പര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ പോയി എടുക്കുന്നത്, നമ്മൾ കണ്ട് ഉറപ്പുവരുത്തിയ മരങ്ങളിൽ നിന്ന് നമ്മൾ സാധനം എടുക്കുന്നതും ഇപ്പം എന്ത് നമ്മൾ ലെയർ ചെയ്യുന്ന ആണെങ്കിൽ പോലും അത് കായ്ച്ചു നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമാണല്ലോ. നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ പിന്നെ സാധനത്തിന്റെ അതേ കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും പിന്നെ ഈ വാങ്ങുന്ന ആളുകൾ നേരിടുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം സെയിലെല്ലാം നടത്താൻ വേണമെങ്കിൽ, പക്ഷെ പിന്നീടുള്ള സംഭവം ആ ഒരു റിസ്ക് ഏറ്റെടുക്കാറില്ല. അപ്പൊ നിങ്ങൾ ചിറയലിന്റെ ബ്രാൻഡ് ഉള്ളത് അതെ, നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാഗ് ഉണ്ടാവും, ചിറയൽ ടാഗുള്ള സാധനങ്ങൾക്ക് ഇവർ തന്നെ പിന്നീട് അതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ തന്നെ വിളിച്ചാൽ മതി. അതെ, ഉറപ്പല്ലേ? വീഡിയോയിൽ പറയണേ ആണല്ലേ? അപ്പൊ കോയമോജിയ ധൈര്യം തന്നിട്ടുണ്ട്. ധൈര്യം അതിന് ഇവിടെ തന്നെ വാങ്ങണമെന്നില്ല. കേരളത്തിൽ നമ്മുടെ ഏത് ഔട്ട്ലെറ്റ് വാങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ അവിടുന്ന് വാങ്ങുമ്പോൾ അവർ വാങ്ങുമ്പോൾ ഉറപ്പ് വരുന്ന കാര്യം അവർ ടാഗ് ഉണ്ട് എന്നുള്ളതും പിന്നെ ബില്ലിൽ ഇത് ചിറയലിന്റെ തൈ അവർ മെൻഷൻ ചെയ്ത് തരുകയും വേണം. ആ രണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? ഡ്രമ്മുകൾ ഒരുപാട് അതില് കൾട്ടിവേഷൻ നടക്കണ്ടല്ലോ, ഫാമിങ്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന തൈകൾ പല ആളുകളും നമ്മൾ പറയാറുണ്ട്, നമുക്ക് സ്ഥലം പരിമിതി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഇപ്പം നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അധികം ഇന്റർലോക്കോ അല്ലെങ്കിൽ നല്ല ടെറസിൻ്റെ നല്ല വീടുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ ഈ ഡ്രം സിസ്റ്റത്തിൽ നമുക്ക് വീടിൻ്റെ മുകളിൽ കൊണ്ടുവെക്കാൻ പറ്റും. ഇതിൽ തന്നെ പൂണി നിർത്തുകയാണെങ്കിൽ ഡ്രമ്മിൽ തന്നെ അവർക്ക് ഫ്രൂട്ട് കിട്ടും. കാഴ്ചത്തിന് പോയിട്ട് നമുക്ക് അധികം പോയി ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ രീതിയിലൊക്കെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കും. ഇതിൽ കറക്റ്റ് ട്രെയിനിങ്ങും പ്രൂണിങ്ങും കറക്റ്റ് ചെയ്ത് പോകാൻ നമുക്ക് ഏതും ചെയ്യാം, കുഴപ്പമില്ല. വളരെ ലിമിറ്റഡ് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടി ഇയർ തൈ നമ്മളുണ്ട്. ഒന്നിൽ തന്നെ 2-3 തൈ ചെയ്യണത് അത് ഡ്രമ്മിലും ചെയ്യാം. അപ്പം അവർക്ക് 3 ഐറ്റം ഒരു മരത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. വളരെ കുറച്ച് ഉദാഹരണം ഫോർ എക്സാമ്പിൾ
ഒരേ മരത്തുമ്പോൾ തന്നെ ഇപ്പൊ നമ്മളിപ്പം മാവ് കിട്ടുക, മാവ് തന്നെ ഇപ്പൊ ഒരു 3 വെറൈറ്റി, ഒരു കാലാപ്പാടി, ഒരു കുളമ്പ്, കാട്ടിമൂണ, 3 ചെയ്ത് 3 കിട്ടും. അങ്ങനെയൊക്കെ ചെയ്തു. അതിന് 1 നേരത്തെ കഴിക്കുന്നു. കൊമ്പ് കാലാപ്പാടിയാണ്, മറ്റേ കൊമ്പ് കുളമ്പായിരുന്നു. ഓക്കെ, നിങ്ങളെ പേരെന്താ? എന്റെ പേര് അലവി. എന്റെ വീട് വെള്ളാമ്പുറത്താണ്. ഇപ്പൊ ഇവിടെ വന്നത് എന്തിനാ? വെള്ളാമ്പുറത്ത് സാധനം വാങ്ങിക്കാൻ വന്നാണ്. നല്ല സാധനം കിട്ടും ഇവിടെ വന്നാല്, ക്വാളിറ്റി സാധനം കിട്ടും, ഗ്യാരണ്ടിയാണ്. എന്താ പറയാ പറയാൻ കാരണം ഇവിടുത്തെ അത്രയും ഗ്യാരണ്ടി സാധനം ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവര് ജനങ്ങൾക്ക്. ആര് വന്നാലും മോശമാക്കൂല. ഇവിടുന്ന് വാങ്ങുമ്പോൾ അതിനായിട്ടുള്ള മെച്ചമുണ്ടാവും. എന്ത് സാധനം നമ്മൾ കുറെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഒക്കെ വളരെ നീറ്റുള്ളത്. ഒന്ന് കായ ഉണ്ടാകുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. കൃഷി താല്പര്യമാണ്, അത്രയും അവസ്ഥയാണ്. എന്താ കൂടുതലും മേടിക്കാറില്ല ഇവിടുന്ന്? കൂടുതൽ മൂച്ചി വാങ്ങുന്നു, മൂച്ചി തയ്യ വാങ്ങുന്നുണ്ട്, പ്രാവ് വാങ്ങുന്നുണ്ട്, റംബുട്ടാന്, അങ്ങനെ ധൈര്യമായിട്ട് വാങ്ങിക്കാം. റീറ്റെയിൽ മൊത്തം കണ്ട് ഏകദേശം കണ്ട് അവസാനം ചിറൽ ഗാർഡൻ്റെ ഹോൾസെയിൽ യൂണിറ്റിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്, കാണാൻ തന്നെ ഭംഗിയാണ്. അത്ര മനോഹരമായിട്ട് ഈ ഒരു ഭൂമിയെ മാറ്റിയെടുത്തു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമുള്ള സംഭവം തന്നെയാണ്. ഇപ്പോൾ നോക്കി നിങ്ങൾ ഇവിടെ നോക്കി നിങ്ങൾ ജാക്ക് ഫ്രൂട്ട് സെക്ഷൻ, ചക്കൻ്റെ എത്ര തൈകളാണോ പെട്ടെന്നുണ്ടാകുന്ന, പിന്നെ ചക്കൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന പറഞ്ഞത്. ഒരുപാട് തൈകൾ, ആയിരക്കണക്കിന് തൈകൾ ഇവിടെ അവിടെ, അതേപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങൾ. ബാക്കി നമുക്ക് നോക്കാം എന്തൊക്കെ വിശേഷങ്ങൾ എന്നുള്ളത്. അല്ല പിന്നെ മമ്മൂട്ടിയൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. ഏതിൽ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ബയോഫ്ലോക്ക്. എന്താ എൻ്റെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കി? ചെറിൽ ഗാർഡൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബയോഫ്ലോക്ക് ടാങ്ക്. ബയോഫ്ലോക്ക് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് ചെടികൾക്ക് വേണ്ടത് അമോണിയയാണ്, ഫിഷിന് പ്രോബ്ലം ആയിട്ടുള്ളത് അമോണിയയാണ്. അപ്പോൾ അമോണിയ ഉള്ള ടാങ്കിൽ നിന്ന് നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചാണ്, മീൻ വളർത്തുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെടികളൊക്കെ നനക്കുന്നത്. അപ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള അമോണിയ അതിൽ നിന്ന് കിട്ടും. ഇത് പിന്നെ നാച്ചുറലായിട്ടുള്ള ഞങ്ങളെ പോണ്ടാണ്. അതിലിപ്പോൾ റെഡ് തിലാപ്പിയ ഉണ്ട്, ഫംഗാസിസ് ഉണ്ട്, വാള, വരാലുണ്ട്. ഇതിൽ അങ്ങനെ 4-5 ഐറ്റംസ് ഉണ്ട്. ഇത് കച്ചവടത്തിനുള്ളതാണോ? ഇത് വരുമ്പോൾ ആളുകൾക്ക് പിടിച്ചിട്ട് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇവിടുത്തെ സ്റ്റാഫിന് ഇവിടുത്തെ ഈ ഫിഷാണ് ഉപയോഗിക്കുക. നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയ ആണ്. പ്രൊഡക്ഷൻ ഏരിയ, ഒരു പ്രൊഡക്ഷൻ ഏരിയ. മൊത്തം അവിടെ നിന്ന് മുകളിലേക്ക് മുഴുവൻ പ്രൊഡക്ഷൻ ഏരിയ തന്നെയാണ്. ഇവിടെ കാര്യം പ്ലാവിന്റെ ബഡ്ഡിങ്ങിന്റെ ഒക്കെ യൂണിറ്റ് ആണ് കാര്യമായിട്ട് വരുന്നത്. നമ്മള് ബഡ്ഡിങ് ആണ് ഇപ്പൊ ചെയ്ത് കാണുന്നത്. അതെ, ബഡ്ഡിങ്ങിന്റെ അതെ, ഒക്കെ എക്സ്പേർട്ട് സ്റ്റാഫുകളാണ്. ഇപ്പൊ ഈ ചുറ്റുപാടും വെക്കുന്ന കണ്ണിൽ കാണുന്നൊക്കെ മരങ്ങളാണ്, മധുരമരങ്ങളാണ്, കാഴ്ച മരങ്ങളാണ് ഈ കാണുന്നത്. അതിനാണ് കമ്പെടുക്കുന്നത്. പിന്നെ ഇവിടെ വിത്ത് മുളപ്പിച്ച തൈകൾ ഇവിടെ ഉണ്ടാവും. അതിൽ ചെയ്തിട്ട് ജസ്റ്റ് ലൈനാക്കി വെക്കും. അതിനുശേഷം ഇതേമാതിരി പറഞ്ഞില്ല, ഇത് കട്ട് ചെയ്ത് പുതിയ മുള വന്നു കഴിഞ്ഞാൽ ഒരു മുള മാത്രമേ നിർത്തും. ഒരു ലെവലാകുമ്പോൾ പിന്നെ കവർ മാറ്റും, സൈസിലേക്ക് മാറ്റും. ഇതവിടെ മണ്ണിര കമ്പോസ്റ്റ് ആണ്. നമ്മുടെ ഇപ്പം ആഫ്രിക്കൻ ന്യൂട്രിയസ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ഇതാണ് നമ്മുടെ ഇലകളൊക്കെ മണ്ണിലെ ഇലകളെ മാത്രം ഭക്ഷിക്കുള്ളൂ. ഇലകൾ ഭക്ഷിച്ചാണ്ട് പൗഡർ രൂപത്തിലാക്കുന്നുണ്ടല്ലോ. ഇതിങ്ങനെ പൗഡർ വരുന്നതിന് ശേഷം ഇതിങ്ങനെ തരിച്ചിട്ട് നമ്മൾ ചാക്കാക്കി വെച്ചത് ഇതിപ്പോൾ നമ്മൾ തരിച്ച് ഇങ്ങനെ റെഡി ചാക്കാക്കി വെച്ച പ്യുവർ ഫോം ഓഫ് കമ്പോസ്റ്റാണ് ഈ കാണുന്നത്. പ്യുവർ ആണ്, ബ്ലാക്ക് കമ്പോസ്റ്റ് ആയിരിക്കും. ഭയങ്കര ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടാവും ഇതിൽ. ആണല്ലേ? ഏത് വളത്തിനെ അപേക്ഷിച്ചും ഒരു പടി മുകളിലേക്കാണ് കമ്പോസ്റ്റിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ വരുന്നത്. ആ കാര്യത്തിൽ നല്ല കെയർഫുൾ ആണ് നമ്മൾ. അതെ, ഇതിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബോക്സും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മൾ എത്ര യൂണിറ്റ് ഉണ്ട് ഇതേപോലത്തെ? ഇതിപ്പോൾ 4 ഇതേപോലത്തെ 4 അപ്പുറത്താണ്. അതായത് 4 ബോക്സിന്റെ ഒരു യൂണിറ്റ്. അങ്ങനത്തെ അപ്പുറത്ത് 4 ബോക്സിന് ഒന്നും കൂടെ 2 യൂണിറ്റിൽ 8 കോളങ്ങളായിട്ട് വരും. ഏകദേശം നടന്നല്ലോ, മൊത്തം നടന്ന് നമ്മളിപ്പോൾ അവസാനം പോളിഹൗസിൽ എത്തി. അതാണ് നമ്മളെ പോളിഹൗസ് നമ്പർ 1. ഒരു 8 പോളിഹൗസുകളുണ്ട് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. നമ്മൾ ചെയ്തു വെച്ച തൈകളാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും. കവറിട്ടത് ഇപ്പോൾ ചെയ്തു വെച്ചതാണ്. പിന്നെ കവർ ഊരിയത് അവിടെ കാണാം. നമ്മൾ ബട്ടറായാലും മാവായാലും പിന്നെ ബട്ടർ, മാവ്, ചിക്കു, റംബുട്ടാൻ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ചെയ്തത്. പിന്നെ താഴെ നമ്മൾ പ്ലാവിൻ്റെ നമ്മൾ പോയി കണ്ട് ഇവിടെ ബട്ടർ, മാവ്, അതിൽ നമ്മൾ ഇവിടെ നമ്മളെ ക്ലൈമറ്റിൽ കായ്ച്ച ബട്ടർ പോയി നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് ബട്ടറിൻ്റെ സൈസ് ട്രോപ്പിക്കലാണോ ഏതാണ് മോഡൽ, നമ്മളെ വെറൈറ്റിക്ക് പറ്റിയ കിലോ ബട്ടർ പല വെറൈറ്റി ഉണ്ട്. കിലോ ബട്ടർ ഉണ്ട്, വയലറ്റ് കളറിൽ. അപ്പോൾ അത് ഏതാ നോക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് കായ്ക്കുന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷം കൊടുന്ന് ചെയ്യുന്നതാണ് ബട്ടർ. ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് എക്സ്പെരിമെന്റ് നടത്തി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതായത് വയനാട് നിന്ന് പോയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കാലാവസ്ഥക്ക് അനുയോജ്യമാവും. കായ്ക്കും, പക്ഷേ അത് നമുക്ക് എത്ര ഒരു പീരീഡ് ഒന്നും പറയാൻ ഉറപ്പ് പറയാൻ വയ്യ. കാരണം അവിടെ ഏകദേശം ഉറപ്പാണ്. നമ്മളിവിടെ നിലവിൽ നമ്മളെ കാലാവസ്ഥയിൽ കായ്ച്ച ബട്ടറാണ്. ആണല്ലേ? വയനാട്ടിലത്തെ അവിടുത്തെ ക്ലൈമറ്റിൽ കായ്ച്ചായിരിക്കും, ഇവിടുത്തെ ക്ലൈമറ്റിൽ കായ്ക്കും എന്നുള്ളത് ഒരു ഉറപ്പ് പറയാൻ വയ്യ. അത് നമ്മുടെ റെയിൻ ഷെൽട്ടറാണ്. നമ്മുടെ മഴക്കാലങ്ങളിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ബഡ്ഡിങ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യും. 2 ദിവസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് മാറ്റി വെക്കും. കാരണം ചെയ്ത ഉടനെ മഴ ബഡിന് കൊള്ളാൻ പാടില്ല. ചിലപ്പോൾ മഴക്കാലത്ത് അപ്പോൾ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൈഡ് ഓപ്പൺ ആയിരിക്കും, മുകളിൽ ഇതുണ്ടാവും. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം പുറത്തേക്ക് മാറ്റി വെക്കും. എന്തൊക്കെ സന്തോഷം. ഞാൻ ഫുള്ള് കണ്ടു, നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സയൻറ്റിഫിക് ആയിട്ട്
ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പിന്നെ ഒരു നഴ്സറിയിലേക്ക് വരുന്നത്. സാധാരണ ഒരു 50 സെൻറ്റിൽ ഒരു ഏക്കറിലൊക്കെ മാക്സിമം ഉണ്ടാവാം. 36 ഏക്കറാണ് അല്ലേ? 36 ഏക്കറിൽ 10 ഏക്കർ ക്രഷറിന്റെ കഴിച്ച് ബാക്കി 26 ഏക്കറിൽ ഇതിന് ഉപയോഗിക്കുന്നത്. പ്രൊഡക്ഷൻ തന്നെ, പ്രൊഡക്ഷനും സെയിലും. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10 ഏക്കർ ആ ഭാഗത്ത് പ്രൊഡക്ഷനാണ്. ബാക്കിയുള്ള മദർമരുണ്ട്, ബാക്കിയുള്ള സെയിൽ ഏരിയ ആയിട്ട് 3 ആയിട്ട്, പിന്നെ ഒരു കാടും വെള്ളവും കൂടി ഒരു 5 ഏക്കർ ഭൂമി അവിടെയുണ്ട്. മൊത്തം 36 ഏക്കറാണ്. 36 ഏക്കറിൽ നിന്ന് 10 ഏക്കർ ക്രഷറിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ക്രഷർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. കോറി 19/1/2024 സ്റ്റോപ്പായി. ഓക്കെ, നല്ല പിന്നെ ഗ്യാരണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അതാണ് ഇതിൽ ഞങ്ങളെ ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പും ഉണ്ട്. വേണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വിളിക്കാമല്ലേ? തിരിച്ചു വിളിക്കുക മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ ഒരു തൈ ചിലപ്പോൾ നമ്മളറിയാതെ ഈ മദർമരത്തുമെന്ന് തന്നെ മദർമരത്തുമല്ലാതെ സീഡുമെന്ന് പൊന്തിപ്പോകും തുടക്കത്തിലൊക്കെ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ സീഡ് പൊന്തിപ്പോയാൽ നമ്മൾ വിയറ്റ്നാം മേറിൽ ഇപ്പോൾ 1.5 കൊല്ലം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ 5 കൊല്ലം കായ്ക്കോളും. കാരണം ഇവരുടെ പഴയ പ്ലാവാകും. അത് നമ്മൾ ശ്രദ്ധപ്പെടുത്തിയാൽ നമുക്കൊരു തൈ ബദൽ കൊടുക്കും. അത് മാത്രമല്ല, അവർക്ക് വേണമെങ്കിൽ നമ്മളിതിൽ പരിചരിച്ച ക്യാഷ് മടക്കി കൊടുക്കും. അങ്ങനെയുള്ള തെറ്റിന്. അതേപോലെ കായ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതേമാതിരി ചെയ്യും. പക്ഷേ തൈ ഒരാൾ കൊണ്ടുപോയി വെച്ച് അവരെ അശ്രദ്ധ കൊണ്ട് നമുക്ക് പിന്നെ പോയി അവർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൈ മടക്കി കൊടുക്കും. അല്ലാതെ നഷ്ടപരിഹാരം വെക്കാൻ കഴിയില്ല. അപ്പോൾ തൈകൾ ഫ്രൂട്ട്സിൻ്റെ നല്ല തൈകൾ വേണമെന്നുണ്ടെങ്കിൽ ചിറയിൽ ആഗ്രോ ഗാർഡനിൽ വന്നാൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.